വി സിനിമാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നല്ലവരായ സിനിമ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 10 സിനിമകളെ കുറിച്ചാണ്. ആദ്യമായിട്ട് 10ാം സ്ഥാനത്ത് ഈ ലിസ്റ്റിൽ വരുന്നത് വിജയ് നായകനായി എത്തിയ സർക്കാർ എന്ന മൂവിയാണ്. സിനിമ അക്കാലത്ത് ഏകദേശം 6,10,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഫസ്റ്റ് ഡേ വാരിയത്. 9ാം സ്ഥാനത്ത് വരുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തിയ ടെർബോ എന്ന മൂവിയാണ്. അക്കാലത്ത് ഏകദേശം 6,15,00,000 സിനിമ ഫസ്റ്റ് ഡേ നേടിയത്. 8ാമതായി ഈ ലിസ്റ്റിൽ വരുന്നതും ഒരു മമ്മൂട്ടി ചിത്രം തന്നെയാണ്. സിനിമയുടെ പേര് ഭീഷ്മപർവ്വം എന്ന മൂവിയാണ്. അക്കാലത്ത് ഏകദേശം 6,20,00,000 രൂപയാണ് സിനിമ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയത്. 7ാം സ്ഥാനത്ത് ഈ ലിസ്റ്റിൽ വരുന്നത് പുഷ്പ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ പുഷ്പ 2 ആണ്. 6,35,00,000 രൂപയാണ് സിനിമ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയത്. 6ാം സ്ഥാനത്ത് ഈ ലിസ്റ്റിൽ വരുന്നത് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന മൂവിയാണ്. ലാലേട്ടൻ നായകനായി എത്തിയ സിനിമ അന്ന് ഏകദേശം 6,36,00,000 രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയത്. സിനിമയുടെ ഹൈപ്പ് ഏത് ലെവലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. 5ാമതായി ഈ ലിസ്റ്റിൽ വരുന്നതും ഒരു ലാലേട്ടൻ മൂവി തന്നെയാണ്. ലൂസിഫർ ആണ് ഈ ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് വരുന്നത്. 6,38,00,000 രൂപയാണ് അന്ന് ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയത് സിനിമ. 4ാം സ്ഥാനത്ത് വരുന്നത് ബീസ്റ്റ് എന്ന മൂവിയാണ്. 6,65,00,000 രൂപയാണ് അന്ന് ഫസ്റ്റ് ഡേ കളക്ഷനായി ബീസ്റ്റ് നേടിയത്. ഈ സിനിമയും വലിയൊരു ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു. 3ാം സ്ഥാനത്ത് വരുന്നത് ലാലേട്ടൻ്റെ തന്നെ മൂവിയായ ഒടിയൻ എന്ന സിനിമയാണ്. സിനിമ 7,22,00,000 രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയത്. സിനിമ ഒരു ഹർത്താൽ ദിവസമായിരുന്നു തിയേറ്ററിൽ എത്തിയിരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയൊരു ഹൈപ്പിൽ വന്ന സിനിമയിൽ ഒന്നായിരുന്നു ഒടിയൻ. 2ാം സ്ഥാനത്ത് വരുന്നത് യശ് നായകനായി എത്തിയ KGF എന്ന മൂവിയാണ്. സിനിമ ഏകദേശം 7,25,00,000 രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയത്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ലിയോ എന്ന മൂവിയാണ്. വിജയ് നായകനായി എത്തിയ സിനിമ അന്ന് ഏകദേശം 12 കോടിയായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത്. 1ഉം 2ഉം സ്ഥാനങ്ങളിൽ നിൽക്കുന്ന സിനിമ ഒരു അന്യഭാഷ സിനിമയാണ്. 1ാം സ്ഥാനം നേടാൻ ഭാവിയിൽ ചാൻസുള്ള മലയാള സിനിമ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ സിനിമാ പ്രേക്ഷകരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്.